ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. കണ്ടില്ലേ കയ്യൊക്കെ കാണിക്കുന്നത്? അതുമാത്രമല്ല മറ്റോരോ പരിപാടിയൊക്കെ കാണിച്ച് ക്ലാപ്പ് ചെയ്യും, കയ്യടിക്കും. ഓവർ ദെയർ എന്തൊരു സംഭവം! ഇത് കൊള്ളാം കേട്ടോ. ദേവ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതും സർവൈവൽ സീരീസാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്കറിയാമല്ലോ. നമ്മളൊരു കുതിരയും തപ്പി ഇറങ്ങിയിട്ട് കുതിരയെ പോയിട്ട് ഒന്നിനെയും കിട്ടിയില്ല. അറിയാമല്ലോ, ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുതിരയെ തപ്പാൻ പോവാം. ആദ്യം നമുക്ക് ഈ തേർഡ് പേഴ്സൺ മാറ്റാം. സെറ്റിങ്സ് ആ സർവൈവലിലൊക്കെ കയറി ഞെക്കുന്നു. എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? എൻ്റെ വീഡിയോ ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ. രാത്രിയാണ്. നമ്മുടെ പട്ടിക്കൂട്ടം എന്തായാലും ഇവിടെ ഇപ്പോൾ പട്ടിക്കൂട്ടിന് പേരിടണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വേറൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്, ക്രോസ് ബോ. വെയിറ്റേ, ഞാൻ ബെഡ് അറിയാതെ പൊളിച്ചു. സോറി ഗൈസ്. ഇതങ്ങോട്ട് വെച്ചിട്ട് ബെഡിങ് ഇങ്ങോട്ട്. വെയിറ്റ്, ആദ്യമേ എനിക്ക് ഈ സാധനത്തിൻ്റെ ഉപയോഗം ഇതെന്തുവാ? എന്തൊക്കെയാണോ എന്തോ ഇതൊരു സംഭവമാണ്. അപ്പം നമുക്ക് എന്തായാലും കയറി കിടക്കാം. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബ്ബും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, ഞാൻ ഇത്ര പ്രോയാണോ ഈ സാധനമൊക്കെ എങ്ങനെ എടുത്തെന്ന്. സംശയം വേണ്ട, ഇത് ക്രിയേറ്റീവ് മോഡിലിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഈ കോഴി ഫ്രൈ 64 അത് ഞാൻ അല്ലാതെ കോഴിയൊക്കെ കൊന്ന്. പിന്നെ ഇവിടെ ഞാനൊരു അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് കയറണമെങ്കിൽ ഇച്ചിരി ഇതൊക്കെ വേണമല്ലോ, മഡ്. ഇവിടെ ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയത്. അത് ഞാൻ ഓരോ സമയത്തായിട്ടല്ലോ ഇട്ടത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ അത് ശരിയായോ എന്ന് നോക്കാം. ഇപ്പം ഇതിലൊരു തേങ്ങയും ഇല്ല. ബട്ട് ഉണ്ടടെ ഈ സാധനേ. എന്തുവാ ഇതിൽ ഈ സാധനം വരും? എന്തിന്? അയൺകോളം വരും. പിന്നെ മറ്റേ സോംബി ഫാം, അത് ഞാൻ ഇതേപോലെ വീഡിയോ കണ്ടിട്ട്. ബട്ട് ഞാൻ ചെയ്തത് തെറ്റിയതാണോ എന്തോ. ഈ ചെസ്റ്റിൽ പോയി, ഞാൻ അടിച്ച് കിടന്നു. ഞാൻ നിറഞ്ഞ് കാണിച്ചു തരാം. അയണൊക്കെ വന്നതാണ്, നല്ല പോലെ വന്നതാണ്. ബട്ട് നമുക്ക് ആ വീഡിയോയിൽ ഞാൻ കണ്ട ചെസ്റ്റിൽ വരുമെന്ന, പക്ഷെ ഇപ്രാവശ്യം ചെസ്റ്റിൽ വന്നിട്ടില്ല. കണ്ട 9 അയൺ കിട്ടി. 5 പൂവ്. എന്തോത്തിന് 5 പൂവ്? ശരിയാണല്ലോ. ഈ അയൺ ഗോളമേ ഈ വില്ലേജിലെ പിള്ളേർക്കൊക്കെ ചുമന്ന പൂവൊക്കെ കൊടുക്കാറുണ്ട്. അതെന്തോത്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഈ ഹോപ്പർ വെച്ചിട്ട് വെറുതെയാ. ഹോപ്പർ ഞാൻ ഇതേപോലെ ക്രിയേറ്റീവ് മോഡിലിട്ട് എടുത്തയാ. ഇത് വലിയ ഗുണമൊന്നും ഇല്ലാതായി. ഓക്കെ, ഇവിടെ ഒരു
ചാടങ്ങോട്ട്. എന്നിട്ട് ഇനി ഇത് മൊത്തം പൊളിക്കും. ഈ ഹോപ്പറിലും ഒന്നുമില്ല, ഇതിലും ഒന്നുമില്ല. ഇനി സോംബി ഫാം കാണിച്ചു തരാം. ഇത് എവിടെയായിരുന്നു കയറുന്നത്? അതാ കയറി കഴിഞ്ഞു തന്നെ. ഇതാണ് സോംബി ഫാം. ഒന്നുമില്ല. 27 ഇത് ചെറുതായിട്ടൊക്കെ വർക്കാവുന്നുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെങ്കിലും വർക്കായല്ലോ എന്ന്. ക്യാരറ്റൊക്കെ വന്നടേ. ക്യാരറ്റ് മാത്രമല്ല, എന്താണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. വൂളൊക്കെ കിട്ടി. വൂള് വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഈ വൂള് കിട്ടി. എൻ്റെ മോനെ, എടാ ഈ വൂള് എവിടെ നിന്നാണെന്നറിയാവോ? ഈ മുയലെന്ന് ഇത് വരത്തില്ലേ? എന്തുവിനി പറയുന്ന, അതിൻ്റെ പേര് ഞാൻ മറന്നുകൂടെ. ഷീപ്പില്ലേ, ഷീപ്പ് ഇതിൽ വീണ് ചിലപ്പോൾ ചത്ത് ഇതിൻ്റെ സാധനങ്ങളെല്ലാം എനിക്ക് തന്നായിരിക്കും. അപ്പം നമുക്കെന്തായാലും എല്ലാം എടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ അയണാ. എടാ മോനെ, അയണൊക്കെ ഇത് അയൺ ഫാമാണ്. മറ്റേ അയൺ ഫാമിൽ ഒരു കുന്തവും വരാറില്ല. പക്ഷെ ഇവിടെ എല്ലാം വന്ന് എന്തുപാടേ ഇത്. ഓക്കെ, ഇവിടൊക്കെ ക്യാരറ്റൊക്കെ ഇതെന്തുവാ? ജസ്റ്റിൽ ഒരു കുന്തവും വേർത്തില്ല. അത് പണ്ടേ ഉള്ളയാ. ക്യാരറ്റ് കുറേ ഉണ്ടല്ലേ. ഈ സോംബികൾ ക്യാരറ്റ് വയ്ക്കാറുണ്ടോ? അല്ല, എൻ്റെ സംശയമാണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡെന്നല്ലേ പറയുന്നേ? എനിക്കറിയാം, എനിക്ക് തോന്നുന്നതാണ്. ട്രേഡ് ചെയ്യാൻ പോവാം. ഇതിലും കയറാം. എന്നിട്ട് ഈ സാധനം വയ്ക്കാം. 27 ഇതിലോട്ടും വെക്കാം. ഇനി നമുക്ക് കയറാം. ഈ മച്ചാനെ ഒന്ന് ട്രേഡ് ചെയ്യണമല്ലോ. ട്രേഡ് ചെയ്യണമെങ്കിൽ ഇനി താഴെ പോകണമെന്ന് തോന്നല്ലേ. ട്രേഡ് ചെയ്യണമെങ്കിൽ ഇനി താഴെ പോകേണ്ടി വരും. താഴെ എവിടാന്നല്ലേ? ഇവിടെ തന്നെ. എൻ്റെ പുതിയ ഡയമണ്ട് പിക്കാക്സ് അങ്ങനെയുണ്ട് ഡേ. അച്ഛന്മാരെ, എനിക്കൊന്ന് ട്രേഡ് ചെയ്യണം. എന്താ ചെയ്യണ്ടേ? പുറത്തോട്ടിറങ്ങിയാലുണ്ടല്ലോ വെട്ടിന്. ലെവൻ്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്? ഇവന്മാരൊന്നും ശരിയല്ല. ട്രേഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ യവന്മാരൊക്കെ എന്തുവാ? കോള് കൊടുത്ത് ഞാൻ അതെടുത്ത്. ഇവൻ്റെ അടുത്ത് ഒന്നുകൂടെ ട്രേഡ് ചെയ്യാം. ചിലപ്പോൾ അവൻ എന്തെങ്കിലും മനസ്സലിഞ്ഞ് ഇതെന്തുവാ ഈ സാധനം? എന്തുവാ ഇത്? വേണ്ട എന്തുവായാലും. അതെന്തോ സാധനം ഒന്നും അറിയത്തില്ല.
എടാ എനിക്ക് 2 ഡയമണ്ട് കിട്ടിയേ. എങ്ങനെയൊക്കെയോ ആണ്. ഞാൻ അടുത്ത ഏതോ എൻ്റെ അടുത്താ. 14 അല്ലാത്ത ചിക്കൻ കൊടുത്താൽ അത് തരും. എന്തുവാ അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് ഞാൻ എണ്ണി നോക്കട്ടെ. അവിടെ ഇന്നോണം അയൺ സ്ലാബ്. എന്തായാലും 2 എമറാൾഡ് കിട്ടിയല്ലോ. നമുക്കെന്തായാലും കയറി പോകാം. ഇവിടെ ഒരു കുതിര പോയിട്ട് ഒരു കുന്തവും ഞാൻ കണ്ടില്ല. ഒരു കുന്തവും. എന്തുവാടെ ഇത്? ഒരു കാര്യം ചെയ്യാം. ഈ വീട്ടിൽ ബെഡുണ്ടോ? ബെഡുണ്ടോടോ? ഈ ബെഡ് ഞാൻ ഇങ്ങെടുത്തേ. അപ്പം നമുക്ക് എന്തായാലും കുതിര കിട്ടിയില്ല. അപ്പം നമുക്ക് ഒന്നുമില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഡോറൊക്കെ വെച്ച് കേട്ടോ. എന്നിട്ട് ബോട്ടൊക്കെ വിട്ട് പോവാനും സമ്മതിക്കത്തില്ല. വൈകുന്നേരമായി. ഇതാരാ അത്തരം കഴിച്ചേ? അതാരത്? എന്തായാലും നമുക്ക് ഇത് വഹിക്കാനൊന്നുമില്ല. നമ്മളിതുവരെ മറ്റേ സ്ഥലത്തോട്ടുമില്ല. മറ്റേ പോർട്ടലിൽ കൂടെ പോകുന്ന സ്ഥലം. കയറി കിടക്കാം. പെട്ടെന്നൊന്നും ഉറങ്ങുക. എണീക്ക് സമയം കളയുന്നില്ല. പട്ടിക്കുട്ടൻ ബൈ. ഞാൻ ഇന്ന് പോകുന്നതിന് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. മീൻ പിടിക്കാനും കൂടെ പോകുന്നത്. ഇവിടെ നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഇത് ഇങ്ങനെ തനിയതായതില്ല. അത് ഞാൻ അവിടെ നിന്നൊരു കല്ലെടുത്തപ്പോൾ ഇങ്ങനെയുള്ള കല്ലായിരുന്നു. ബോർഡ് അയ്യോ, ഇത് കൺട്രോൾ ചെയ്യാൻ എനിക്കും അറിയത്തില്ല. ചെയ്യാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നല്ലേ? വേറൊന്നും അല്ലടേ, മീൻ പിടിക്കാൻ പോവാ. എൻ്റെ എക്സ്പ്ലോർ ദ സീ. ഇവിടൊക്കെ നല്ല നല്ല വീടുകളുണ്ടല്ലോ. ഇവിടെ എക്സ്പ്ലോറിങ് ദ സീയുടെ കാണുമ്പോൾ പേടിയാവുന്നൊരു മാതിരി. ഒരു മീനെ കിട്ട്. എന്തുവാണോ ഇത്? നമ്മൾ ചമ്മിയതാണോ അതോ
അല്ലാതെ അങ്ങനെയാണോ? എന്തായാലും നമുക്ക് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ വരാം. അയ്യോ മച്ചാനെ പറ്റുമെങ്കിലൊരു ജീവൻ കുഴിക്കുട്ടി. ഞാനിത് എങ്ങോട്ടൊക്കെയാ പോകുന്നത്? പെതിയെ റിവേഴ്സ് എടുത്ത് അയ്യോ ഗൈസ്, അയ്യോ കുഴിക്കുഞ്ഞെ ഇങ്ങോട്ട് വയോ. അയ്യോ കുക്കുടി ചിക്കനെടുത്ത് കാണിക്കണ്ട, അത് മേടിച്ചു. അവരായിരിക്കും കൊല്ലാൻ വന്നേ. കുറെ കോഴികളെ കൊന്നിട്ടല്ലേ ഈ കുക്കുടി ചിക്കൻ തന്നെ എടുത്തേ. ഓക്കെ, ഞാൻ അതിനെ എന്തായാലും എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണണോ അതിനെ? ഇരിക്കുന്നു കള്ളൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഇന്നെന്തായാലും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇവിടെ എക്സ്പ്ലോർ ചെയ്തുതരാം നമുക്ക്. അവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. നമ്മുടെ കോഴിക്കുട്ടന് എന്തായാലും ഒരു ലെഡ് എന്തോ അവിടെ കിടക്കുന്നത്. അതിനെ അല്ല ലീഷ് ചെയ്യണ്ടേ. എൻ്റെ മോനെ, ഇവിടൊക്കെ എന്തുണ്ട്? ഓ മൈ ഗോഡ്, ഇവിടൊക്കെ എന്തുണ്ട് ഗയ്സ്? ഇവിടെ എന്തുകൂടെ ഇത് ഗുണാക്കയോ? ഇവിടെ മീനുണ്ട്. എനിക്ക് ഇച്ചിരി ഇതെന്തില്ല മരം, എന്തൊക്കെയോ മരമൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ. എന്തൊക്കെയോ ആണ്. ഈ ക്രോസ് ബോ എന്തിനാടാ? ക്രോസ് ബോ എന്തോത്തിനാണെന്നെന്തോ എനിക്കറിയത്തില്ല. ക്രോസ് ബോ എന്തിനാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ ഒരു കുതിരയെ തപ്പാൻ, കുതിരയെ കാണാൻ ഇത്രയും ഇത് കുഴപ്പമാണ്. ഇവിടെയൊക്കെ നമുക്കൊരു മീനെ പിടിക്കാം. എണീറ്റ്, എനിക്ക് സമയം കളയാനൊന്നും വയ്യ. ഒരു ചെറിയൊരു മീനാ ഞാൻ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നേ. അയ്യോ ഇതെന്തുവാ? ഇതെൻ്റെ ഓരോരോ വേലകളാ, പേടിക്കണ്ട. ഇതെൻ്റെ പണിയാട്ടോ. കേക്കെവിടെ? ഇതെൻ്റെ പണിയാണ്. ക്രിയേറ്റിവിറ്റിയിൽ വെറുതെ പോയി കിടന്നിട്ട് തനിയായതാ. ഇവിടെ ഇതെന്തുകൂടെ ഇത്? ഇവിടങ്ങളും വീണാൽ മുങ്ങിപ്പോവും. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ പോയിട്ട് ഇവിടെ ഒരു കുതിരയല്ലയോടാ ഞാൻ നോക്കുന്നത്. കുതിര ഈ മഞ്ഞുള്ള സ്ഥലത്ത് കാണത്തില്ലായിരിക്കും, ഇങ്ങനെയുള്ള പച്ചപ്പുള്ള സ്ഥലത്തായിരിക്കും കുതിരകൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തപ്പിയിട്ടൊരു കുന്തവും കണ്ടില്ല. ഇവിടെ ഇല്ലമ്മേ, അവിടെ മറ്റെല്ലാ സാധനം കാണില്ല. ഒരു കരിഞ്ഞൊരു സാധനം, സോംബി പോലത്തെ. ഓക്കെ, ഫിഷ്. ഒരു മീനെ കിട്ടിയോ ചേടാ? ഒരു മീനെയും കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലയോ?
എന്തോ എനിക്ക് കിട്ടിയത്. ആ കൊള്ളാം, വേസ്റ്റ് കിട്ടി, വേസ്റ്റ്. ഇത്രയും തപ്പിയിട്ട് കിട്ടി എന്തോ വേസ്റ്റ്. ഇവിടെ ഒന്നും വരുന്നില്ല, നോക്കേ. പോയണീറ്റ്, എനിക്കൊന്നും വയ്യ. ഇവിടെ എനിക്ക് വേറൊരു കാര്യം നോക്കാനുണ്ട്. ഈ സാധനം വിൽക്കാൻ പറ്റുമോ? എന്തരോ കിട്ടി. അയ്യോ, വൈകുന്നേരമായി. മറ്റേ കോഴിക്കുട്ടനെ അവിടൊക്കെ തന്നെ ഉണ്ട്. ഒരു ഊളും. ഇന്ന് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കുവേ നമ്മുടെ സോംബീസ് ആ വില്ലേജറിൻ്റെ സൈഡിലോട്ട് അവിടെ വന്ന് കിടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നുമല്ല. അവിടെ വരുമ്പോഴത്തേക്കും എല്ലാത്തിനെയും നമ്മൾ കൊല്ലുമ്പോൾ ആ വേസ്റ്റ് കിട്ടി നമുക്ക് ട്രേഡ് ചെയ്യാമെന്നായിരുന്നു ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത്. ഞാൻ അങ്ങനെ ചെയ്യാനും നോക്കിയേ, എന്നിട്ടോ നടന്നില്ല. വെയിറ്റേ, ആ സാധനം എന്ത് ചെയ്യും? ലാസ്റ്റിൽ വെച്ചിട്ട് യോ മോനെ, എന്തേത്? യോ, ഇതെന്തുവാ? എടാ, കളറ് മാറി. കണ്ടോ, കളറ് മാറി. കൊള്ളാലോ. അപ്പൊ ഈ ലാപ്സുലസൂലി ഉണ്ട്, ഇതാണ് ഗുണം. കളറ് മാറി, ബട്ട് എന്താണ് ഷാർപ്നെസ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്. എനിക്കെന്തായാലും ഇച്ചിരി ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ കഴിക്കണ്ടേ? ഇരുന്ന് കഴിക്കണോ? എനിക്കറിയത്തില്ല. നമുക്ക് ഏർക്കണം തുറങ്ങാകുമ്പോഴത്തേക്കും ഒരു കുതിരയെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാറില്ലേ? അയ്യോ ഇല്ല, സ്കെൽട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്കെൽട്ടൻ അങ്ങനെ നമ്മളെ കണ്ട ചുമ്മാ സാധനം നമ്മളെ കൊല്ലാൻ വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എവിടാണ്ട് സ്കെൽട്ടൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. സോംബിയൊക്കെ ഇവിടുന്ന് കത്തുന്നുണ്ട്. നമ്മുടെ കോഴിക്കുട്ടൻ അവിടെ ഉണ്ട്. കോഴിക്കുട്ടനെ നമുക്കൊരു നമ്മുടെ പെറ്റായിട്ട് എടുത്താലോ? നല്ല ഐഡിയ ആയിരുന്നു. നമുക്ക് മച്ചാനെ ഒരു സോംബിയും ഇല്ല മച്ചാനെ. എന്താണ് മച്ചാനെ ഇങ്ങനെ? പിന്നെ ഞാൻ ഇവിടെ ഒരു സാധനം ആരും കാണാതിരിക്കാനാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ ആരും ഒറ്റ മനുഷ്യനും അറിയത്തില്ല. അപ്പം നല്ലപോലെ മുങ്ങിപ്പോണം. അയ്യോ, പൊങ്ങ അമ്മേ, പൊങ്ങ ചത്തേനെ. ഇതേതാ ഈ വില്ലേജ്? അവിടുത്തെ വില്ലേജറല്ല. ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇത് കൊടുക്കാം. ഇതൊക്കെ കൊടുത്തിട്ട് ഇതൊന്നും എടുക്കത്തില്ല.
എനിക്കറിയാം, ഒറ്റ വെട്ടുന്ന ഞാൻ നിന്നെ തീർക്കും. ഹായ് പൂച്ചക്കുട്ടൻ. എടാ പൂച്ചക്കുട്ടൻ. കഴിഞ്ഞ വീഡിയോയിലായിരുന്നു, ഫസ്റ്റ് വീഡിയോയിലായിരുന്നു ഒരു പൂച്ച ഇതേപോലെ ഒന്നല്ല സമയം കളഞ്ഞു. ആ പൂച്ചയെ പിടിക്കാൻ വേണ്ടി കിടന്ന് ഓടി 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 മനുഷ്യൻ ചത്ത്. ഈ സാധനം മതി. എടാ ഇത് നല്ലൊരു സാധനം. ഇതെന്തുവാ? വണ്ടറിങ് ട്രേഡർ. ഇതെന്തുവാ? കൊള്ളാലോ. ഞാൻ വണ്ടറിങ് ട്രേഡറിൻ്റെ കയ്യിൽ നിന്ന് ഈ കുതിര എടുക്കാൻ പറ്റത്തില്ല. ആര്യാ ഇവനേതാ? പറഞ്ഞാണെങ്കിൽ ഇവിടെ അയൺ കോളം ഒന്നുമില്ലേ? ഞാൻ നാട് വിടുക. സത്യം പറഞ്ഞ ഞാൻ പോവാ. അതിന് മുമ്പ് ഞാനിപ്പോൾ വണ്ടറിങ് ട്രേഡറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചൊരു സാധനമാണ് ഗ്ലോ സ്റ്റോൺ. അതെന്തുവാ സാധനമെന്ന് പോലും എനിക്കറിയത്തില്ല. അതൊന്നാമത്തെ കാര്യം. അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ ക്രോസ് ബോ എങ്ങനെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്കറിയത്തില്ലല്ലേ? അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റേ റെയ്ഡ് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു. റെയ്ഡ് വന്ന് പണിയായി. വില്ലേജേഴ്സൊക്കെ വന്ന് ഒരു അയൺകോളത്തിൻ്റെ സ്ഥിതി. അപ്പോൾ അയൺകോളത്തെ ഇപ്പോൾ എന്താ കാണാത്തതെന്നറിയാവോ? അവന്മാർ കൊന്നയാ. ഇതെന്തുവെന്നല്ലേ? ഇത് എൻ്റെ പണി തന്നെ. ഇതെൻ്റെ പണി. ഇതൊക്കെ എൻ്റെ ഒരു ഇവിടെ ഒരു ഗുഹയുണ്ട്. ഈ ഗുഹ ഞാൻ വീടാക്കി എടുക്കണമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് ചാടിയത്. മനസ്സിലായോ?